കേരളത്തിൽ സാമൂഹിക വിപ്ലവം സൃഷ്ടിച്ചതിൽ സഹോദരൻ അയ്യപ്പൻ നടത്തിയ മിശ്രഭോജനം വലിയ പങ്കുവഹിച്ചുവെന്നും മനുഷ്യരിലെ ജൈവിക ബോധം ഉയർത്തിയ വിപ്ലവകാരിയായിരുന്നു സഹോദരൻ അയ്യപ്പനെന്നും കേരള സർവകലാശാല ശ്രീനാരായണ ഗുരു അന്തർദേശീയ പഠന കേന്ദ്രം ഡയറക്ടർ ഡോക്ടർ എം.എ. സിദ്ദിഖ് മിശ്രഭോജനത്തിന്റെ 108ാം വാർഷികം ചെറായി സഹോദരൻ സ്മാരകത്തിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്മാരക കമ്മിറ്റി ചെയർമാൻ എസ്. ശർമ്മ അധ്യക്ഷത വഹിച്ചു. കാലടി സർവകലാശാല മലയാള വിഭാഗം പ്രൊഫസർ കെ.ആർ. സജിത മുഖ്യപ്രഭാഷണം നടത്തി. വൈസ് ചെയർമാൻ പൊയ്യപ്പള്ളി തങ്കപ്പൻ മാഷ്, സി.പി. പള്ളിപ്പുറം, സ്മാരക കമ്മിറ്റി സെക്രട്ടറി ഡോക്ടർ കെ.കെ. ജോഷി ഡോൺ ബോസ്കോ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് തുളസി സോമൻ, പഞ്ചായത്ത് പ്രസിഡന്റ് രമണി അജയൻ, പഞ്ചായത്ത് അംഗം ഷീല ഗോപി എന്നിവർ പ്രസംഗിച്ചു. സമ്മേളനാനന്തരം മിശ്രഭോജന അനുസ്മരണ സദ്യയും നടന്നു. സഹോദര ചിന്തകൾക്കും സഹോദര പ്രവർത്തനങ്ങൾക്കൊപ്പം അദ്ദേഹത്തിൻ്റെ സയൻസ് ദശകം പോലുള്ള കൃതികളുടെയെല്ലാം പ്രസക്തി വളരെ ഏറി വരുന്നതാണ് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് ഈ സ്ഥാപനം സ്മാരകം അതിനെ സംബന്ധിച്ച് വളരെ വിശദമായി ആ വിഷയത്തിൽ പ്രാവീണ്യമുള്ള ആളുകളെ വിളിച്ചു വരുത്തി സംസാരിപ്പിക്കണം എന്ന് തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ സൂചിപ്പിക്കുന്ന നെയ്യാറ്റിൻകരയിൽ നിന്നും അത്ര ദൂരം ഈ പ്രതികൂലമായ കാലാവസ്ഥയിൽ പോലും വളരെ നേരത്തെ എത്തിയ സിദ്ദിഖ് മാസ്റ്റർ. സിദ്ദിഖ് സാറും പലപ്പോഴും ഇതിനുമുമ്പ് വന്നിട്ടുണ്ട്. ഒരു പ്രഭാഷകനായില്ല, സന്ദർശകനായി അല്ലെങ്കിൽ ഒരു ഗവേഷകനായി ഇവിടെ എത്തിയിട്ടുണ്ട്. അതുപോലെ ഇതിനു മുൻപ് ചായി ഗൗരീശ അമ്പലക്ഷേത്ര മൈതാനിയിൽ നടത്തിയ സമ്മേളനത്തിൽ അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ടെങ്കിലും വളരെ വിശദമായി കാര്യം സംസാരിക്കുവാൻ പ്രാപ്തനായ അദ്ദേഹത്തെ ഇവിടെ എത്തിക്കാൻ സാധിച്ചത് അദ്ദേഹത്തിൻ്റെ വളരെ പ്രൗഢ ഗംഭീരമായ പ്രസംഗം ശ്രമിക്കാൻ സാധിച്ചതിൽ സന്തോഷമുണ്ട്. അദ്ദേഹത്തെ വളരെ സ്നേഹത്തോടെ ഞങ്ങളുടെ ഹൃദയംഗമായ നന്ദി അദ്ദേഹത്തിന് പ്രകാശിക്കുന്നു. അതുപോലെ തന്നെയാണ് നമ്മളെ ചലരിച്ചത്. നമ്മുടെ നാട്ടുകാരത്തെയാണെന്ന് അറിഞ്ഞിരിക്കുകയാണ്. രംഗപ്രസാദാണ് ചലരിച്ചതിൻ്റെ ഒരു പ്രസംഗം മുൻപ് കേട്ടില്ല. ആവശ്യമായിട്ടാണ് കമ്മിറ്റിയിൽ ചലപ്പിച്ചെന്ന് ക്ഷണിക്കണം എന്ന് ആവശ്യപ്പെടുകയും അദ്ദേഹം ക്ഷണിക്കുകയും ചെയ്തു. പിന്നീടാണ് മനസ്സിലായി നമ്മൾ തൊട്ടടുത്തുള്ള ലാഭക്കാരത്തെയാണ് ആദ്യമായിട്ട് ഞാൻ കാണുന്നത്. വളരെ ഗംഭീരമായി പ്രശ്നങ്ങളെ അവതരിപ്പിക്കാനും അത് നമ്മളിലേക്ക് സംക്രമിപ്പിക്കാനുമുള്ള കഴിവുള്ള ടീച്ചറെ ഒരു ക്ലാസ് ആയിരുന്നു ടീച്ചറിൻ്റെ. കാരണം ടീച്ചർ പ്രൊഫസറായതുകൊണ്ട് അത് ക്ലാസ്സിലെത്തുന്നത് പോലെ വളരെ പ്രൗഢമായ ആ വിഷയം അവതരിപ്പിച്ച ടീച്ചറെ വളരെ സ്നേഹത്തോടെ നന്ദി പ്രകാശിപ്പിക്കാം. നമ്മുടെ സമസ്കാരം താമസിച്ചത് കൂടിയാണ് നമ്മുടെ ഈ സമ്മേളനം താമസിക്കാൻ മാത്രമല്ല അത് അദ്ദേഹം നിങ്ങളോട് സൂചിപ്പിച്ചതാണ്. ഒട്ടും ഒഴിവാക്കാനാവാത്ത ഗൗരവമുള്ള വിഷയത്തിൽ എപ്പോഴും ഇടപെട്ടുകൊണ്ടിരിക്കുന്ന സമസ്കാരമുണ്ട്. അദ്ദേഹം നിർവാഹകരാണ് അദ്ദേഹം താമസിക്കുന്നത്. അദ്ദേഹത്തെ നമ്മുടെ ചെയർമാനാണ്. ഔപചാരികളുടെ പേരിൽ ഞാൻ നന്ദി പ്രകാശിപ്പിക്കുന്നു. രംഗപ്രസാദായിരുന്നു നമ്മുടെ ആൾക്കാരെ എന്ത് സ്മാരകത്തിൻ്റെ ഏത് പ്രവർത്തനത്തിൽ ഏത് റോഡ് വഹിക്കാൻ എന്ന് പറഞ്ഞാൽ ഒരു മടിയില്ലാതെ പ്രവർത്തിക്കുന്ന അദ്ദേഹമാണ്. അദ്ദേഹത്തെ വളരെ സ്നേഹത്തോടെ ഞാൻ നന്ദി പറയുന്നു. അതുപോലെ സിദ്ദിഖ് സാർ നമ്മുടെ കലാസാരം സംബന്ധിച്ച് പറഞ്ഞതുപോലെ നമ്മുടെ ഭാഗമാണ്. അദ്ദേഹത്തിന് ഔപചാരികമായി നന്ദി പ്രകാശിപ്പിക്കുന്നു. നമ്മുടെ സാന്നിധ്യം കൊണ്ട് നമ്മളെ അനുഗ്രഹിച്ച നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു രമണിയച്ച് അവർ അത്യാവശ്യമായി പോവുകയുണ്ടായി. നമ്മുടെ കൂടെ പ്രോസസ്സുണ്ട്. എല്ലാ പരിപാടിക്കും എപ്പോൾ വിളിച്ചില്ലെങ്കിലും നമ്മുടെ കൂടെ ഇതൊന്നാണ് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ അധ്യക്ഷ പ്രോസസ്സോമിനുള്ള നന്ദി പ്രകാശിപ്പിക്കുന്നു. ശിലാഗോപി നമ്മുടെ ഭാഗമാണ്, അല്ലെങ്കിൽ ഈ സഹോദര സ്മാരകത്തിലുള്ള അവയവമാണെന്ന് പറയാം. വളരെ മറ്റു ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് പോലും നമ്മുടെ ഇവിടെ നിങ്ങൾക്ക് അറിയാവുന്ന തൊട്ടടുത്തൊരു കുട്ടിയെ, ഒരു വള്ളത്തിൽ പോയ കുട്ടിയെ ഇതുവരെ കിട്ടിയിട്ടില്ല. അതിൻ്റെ ശ്രമത്തിലാണ് ഈ പോലീസ് ഫയർഫോഴ്സ് എല്ലാം. അവിടെ പോകേണ്ട ആളുകളാണ്. എന്നിട്ടും എത്തിയ ശ്രീദേവിയോട് നന്ദി പ്രകാശിക്കുന്നു. ഈ സഹോദര സ്മാരകം എന്ത് പ്രവർത്തനം നടത്തിയാൽ അതിന് സ്ഥിരമായി വരുന്ന ആളുകൾ അത് സഹോദരപ്പൻ ഉയർത്തിയ മുദ്രാവാക്യങ്ങളെയും ആശയങ്ങളെയും കലർത്തുന്നത് നമ്മുടെ സമൂഹത്തിൽ പുരോഗമനമായ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാകണമെന്നും ആഗ്രഹിക്കുന്ന ആളുകളാണ്. എല്ലാവരെയും പേരെടുത്ത് പറയാവുന്ന ആളുകൾക്ക് എല്ലാവരെയും
സിനിമാഷിന്റെ ഇവിടെ സ്വാഗത ക്ലാസ്സിൽ സൂചിപ്പിച്ച പൊതുമുഖത്തുന്ന യുവത്വമാണ് സിരിസാറിന്. സിരിസാർ 9 വയസ്സായിട്ട് ഞാനൊരു പോസ്റ്റ് കണ്ടപ്പോൾ ഞാൻ തന്നെ അനുഭവപ്പെട്ടു. സാറിന് പ്രായമുള്ള സാറിന് മനസ്സിന് എൻ്റെ പ്രായങ്ങളിൽ എൻ്റെ പ്രായം തോന്നുന്നു. അങ്ങനെയുള്ള എല്ലാവരെയും പ്രത്യേകം ഞാൻ നന്ദി പ്രദർശിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അഴിമുഖത്തായതുകൊണ്ട് നേവികാര് നേവിയായിട്ട് ഓടിയ മാത്രം സംസാരിക്കാൻ നിൽക്കുന്നില്ല. അതുകൊണ്ട് എറണാകുളം പോയി കളക്ടറോടും നേവിക്കാരോടും സംസാരിക്കുന്നുണ്ട്. ഓടിയിരിക്കില്ല, പക്ഷെ അത് ചർച്ചക്കാരാണ്. ഇവിടെ വൈകാരിക വന്ന കാര്യങ്ങളുണ്ടാണെങ്കിലും വലിയ ക്ഷമ ചോദിച്ചു. ഈ ചടങ്ങിന് എല്ലാവിധ ആശംസകളും നേരുകയാണ്. ഇവിടെ പ്രിയപ്പെട്ട സിദ്ദിഖ് മാഷിന്റെ ആകർഷകമായ സംഭാഷണം, പ്രൊഫസർ സഞ്ജീവയുടെ വ്യക്തിചിന്തകളുടെ വിഷയങ്ങളെ സൂക്ഷ്മ നിരീക്ഷണം നടത്തി പ്രശ്നം അവതരിപ്പിച്ച ആദ്യത്തെ പ്രസംഗം നടന്നു കഴിഞ്ഞിരിക്കുന്നു. ഇനി റിസർവ് ബോർഡിന്റെ മുൻപിൽ സാക്കരണം എന്നത് അടുത്ത ചടങ്ങിലേക്ക് പ്രവേശിക്കുന്നതിന് കാലതാമസമുണ്ടാകില്ല എന്ന് ഞാനെങ്കിലും പൊതുവായിരിക്കുന്നു. ജാതിചിന്തകളും ജാത്യാചാരങ്ങളും ഇതിനെതിരെ ഇന്ന് കാണുന്ന ആധുനിക കേരളത്തിന്റെ വളർച്ച സമാനതകളില്ലാത്ത വിധം അളവറ്റ പങ്കുവഹിച്ച നവോത്ഥാന നായകന്മാരുടെ പട്ടികയിൽ പ്രമുഖ സ്ഥാനമാണ് സഹോദരൻ. 1917 ഈ ദിനത്തിലാണ് ഉത്സവം. 917 ലോകത്തിന്റെ ചക്രവാളം നേരിന്റെ ദിശയിലേക്കുള്ള വൻജനമുന്നേറ്റം, ചിന്തി, ശക്തി എല്ലാം ലോകത്തിന്റെ തന്നെ പുനർനിർമ്മാണം വഴിയൊരുക്കി വന്ന ഒക്ടോബർ സോഷ്യലിസ്റ്റ് വിപ്ലവത്തിന്റെ വർഷവും 1917. ഒക്ടോബർ സോഷ്യലിസ്റ്റ് വിപ്ലവത്തിന്റെ വിജയകരമായ പ്രവർത്തനത്തിൽ ആഹ്ലാദഭരിതനായി സന്തോഷത്തോടും ആവേശത്തോടും സോവിയറ്റ് റഷ്യയെ ജനങ്ങളെ സല്യൂട്ട് ചെയ്തു. ചാരി സഹോദരൻ വിളിച്ചു ചേർത്ത സമ്മേളനത്തിൽ ചാരി സഹോദരൻ സല്യൂട്ട് ചെയ്യുന്നു. അത് ഒരു പക്ഷേ ലോകത്തൊരു കവിയും സാഹിത്യകാരനും സാംസ്കാരികനായ അങ്ങനെ ഒരു രീതി സ്വീകരിക്കുകയാണെങ്കിൽ, പക്ഷേ ചെറായിലെന്നോ പാലം ഇല്ലല്ലോ. പറവൂരും ചെറായിയുമായി ബന്ധിപ്പിക്കുന്ന പാലം കടത്ത തൊട്ടപ്പുറത്ത് നിന്ന് കേശവന് ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ വന്നതിനെ ഒരു ചുവന്ന വലിയ ഒരു ചുവന്ന നിൽക്കുന്നത്, ചുവന്ന വലിയനും ചുവന്ന നിൽക്കുന്നത്
റെഡ് സല്യൂട്ട് ചെയ്തു. ഒറ്റക്ക് മാർച്ച് ചെയ്യാണ് PK ശിവദേവൻ സഹോദരൻ വിജയ പങ്കെടുക്കാൻ അന്ന് എത്തിച്ചേർന്നത്. നമുക്ക് അങ്ങനെ ലോകത്ത് നടന്ന മാറ്റങ്ങളെയും ചലനങ്ങളെയും സസൂക്ഷ്മം നിരീക്ഷിക്കുക, നേരിന്റെ വഴികളിലൂടെ സഞ്ചരിക്കാൻ നേരായ സന്ദേശം ജനങ്ങൾക്ക് നൽകുകയും ചെയ്യുക. കേരളത്തിന്റെ എല്ലാ കാലത്തേക്കുമുള്ള ദീർഘദർശിയായിരിക്കും പണ്ഡിത ശ്രേഷ്ഠനായി സഹോദരൻ എന്ന കാര്യം അഭിവർത്തിക്കുന്നു. അത് രണ്ടു തരത്തിലുണ്ട്. ഒന്ന്, ഈ പ്രായശ്ചിത്തം ചെയ്താൽ പരിഹരിക്കപ്പെടുന്ന കുറ്റങ്ങൾ, മറ്റൊന്ന് പ്രായശ്ചിത്തത്തിനേ അവകാശമില്ലാത്ത കുറ്റങ്ങൾ. അതിൽ ഒന്ന് പ്രായശ്ചിത്തം ചെയ്താൽ പോകുന്ന കുറ്റങ്ങളിൽ പെട്ടത്, ചെയ്യാൻ പാടില്ലാത്തത്, പ്രായശ്ചിത്തം ഇല്ലാത്തത്, നിഷേധിക്കപ്പെട്ട ഒന്ന് ഒരാൾ ജാതി മാറി കല്യാണം കഴിക്കുക. മറ്റൊന്ന് അയാൾ ജാതിക്ക് പരിക്കേൽക്കുന്ന കാര്യങ്ങൾ ചെയ്യുക. രണ്ടാമത്തെ സാമാന്യ ബോധത്തെ ഉപയോഗിച്ചുകൊണ്ട് രുക്മിണിയെ പറഞ്ഞ് മനസ്സിലാക്കണം എന്ന് ഇവരെ കഴിവിലേക്ക് എത്തിക്കാനായിട്ട് ഇതിന് ഇവരുപയോഗിക്കുന്ന ഒരു തന്ത്രമാണ് പന്തിഭോജനം. രുക്മിണിയുടെ ചേറ്റുമീൻ കറി കഴിച്ചെങ്കിലും ബാക്കി രണ്ടുപേരും വാഷ് ബേസിൽ പോയി അത് വായിൽ കൈയിട്ട് ശബ്ദിച്ച് കളയുന്നുണ്ട്. അത് രുക്മിണി കാണുന്നില്ല. പക്ഷെ ഭയങ്കരമായ ഒരു പ്രശ്നത്തിൽ, ഒരു സിറ്റുവേഷനിൽ കൊണ്ടുപോയിട്ട് രുക്മിണിയെ നിർത്താൻ ഇവർക്ക് ഉപയോഗിക്കുന്ന ഒരു കാര്യം പന്തിഭോജനമാണ്. ഒരു ചരിത്രപരമായ രൂപകം പന്തിഭോജനമാണ്. ഈ പന്തിഭോജനത്തിൻ്റെ ഈ കഥയുടെ ആഖ്യാനത്തിൽ നമ്മൾ പെട്ടുപോകുകയാണ്. അറിയില്ല, എന്നാലും ചിലരുടെ ഒരു ബുദ്ധിമുട്ടിരിക്കില്ല. കാരണം എല്ലാവരും വേണ്ടപ്പെട്ടവരും ഒരുപാട് പരിചയവും ബന്ധങ്ങളൊക്കെ ഉള്ള ആൾക്കാർ തന്നെയാണ്. അപ്പോൾ സാറിനെ ഞാൻ പ്രൈമറി ക്ലാസ് വഴി വായിക്കുന്ന ഒരാളാണ്. പിന്നീട് എൻ്റെ മക്കള് ബാലപ്രസിദ്ധികൾ വായിക്കാൻ തുടങ്ങുമ്പോഴേക്കും അപ്പോഴും സാർ എഴുതുന്നുണ്ട്. അങ്ങനെ ഒരു തലമുറകളിലൂടെ ഒരു വായനാബന്ധമുള്ള സാറുണ്ട്. വീടിൻ്റെ സംഘപ്പ സാറ് അതും കാലങ്ങളായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരുന്ന ഒരാളാണ്. അടുത്ത കാലത്താണ് പരിചയപ്പെട്ടതെന്ന് അറിയാം. സഖാവ് ശർമ്മ അദ്ദേഹവും വളരെ ബന്ധപ്പെട്ടതാണ്. ജോഷി സാറ് അതുപോലെ തുളസി സോമൻ്റെ അടുത്ത ബന്ധുവാണ്. അങ്ങനെ വളരെയധികം ബന്ധങ്ങളിൽ നിന്നുകൊണ്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. എന്നെ പോലെ ഒരു മലയാള അധ്യാപകനാണ്. പ്രിയപ്പെട്ട എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മുടെ പന്തിഭോജനത്തിൻ്റെ 108ാം വാർഷികം ആഘോഷിക്കുമ്പോൾ, അല്ലെങ്കിൽ ആചരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഓർമ്മയിൽ വയ്ക്കുമ്പോൾ ഇങ്ങനെയുള്ള വാക്കുകളോട് നമുക്കറിയാൻ പറയാം. നമ്മളെ ഒരു നൂറ്റാണ്ടിലിപ്പുറം നമുക്ക് വീണ്ടും അത് ആഘോഷിക്കണമെന്നും ഓർമ്മിക്കണമെന്നും നമ്മളോട് ആവശ്യപ്പെടുന്ന ഒരു സാമൂഹ്യ ബോധമുണ്ട്. ആ ബോധമാണ് നമ്മുടെ ചരിത്രത്തിലേക്കും വർത്തമാനത്തിലേക്കും ഭാവിയിലേക്കും നടത്തിക്കൊണ്ടിരിക്കുന്നത്. പന്തിഭോജനം നടത്തുമ്പോൾ ആ പന്തിഭോജന സംഘങ്ങൾ എടുത്ത ഒരു പ്രതിജ്ഞയുണ്ട്. ജാതി വ്യത്യാസം, ശാസ്ത്രവിരുദ്ധം, പിന്നെ ദോഷകരം, അനാവശ്യം. അതുകൊണ്ട് തന്നെ അതിനെ നീക്കാനുള്ള നിയമവിരുദ്ധമല്ലാത്ത കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്യും എന്നുള്ള പ്രതിജ്ഞയാണ് 108 വർഷം മുമ്പ് ഈ ചെറായിയിൽ നടന്നത്. അതിന് 4 കാര്യങ്ങൾ വളരെ സ്പെസിഫിക് ആണ്. 1 ശാസ്ത്രവിരുദ്ധം, 2 അനാവശ്യം, 3 ദോഷം ഉണ്ടാക്കുന്നു നമുക്ക്, 4 നിയമവിരുദ്ധമല്ലാത്ത രീതിയിൽ ഞാനതിനെ പ്രതിരോധിക്കും. ഇത് 4മാണ് നവോത്ഥാന കേരളത്തിൻ്റെ ഏറ്റവും
സ്പെസിഫിക് ആയിട്ടുള്ള ഏറ്റവും നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ നയിക്കുന്ന കാര്യം, അതിൽ ദോഷകരം അനാവശ്യം എന്ന് പറയുന്ന രണ്ട് കാര്യങ്ങൾ നമ്മുടെ സാമാന്യ ജീവിതത്തിൽ നിന്നുള്ള കാര്യമാണ്. നമ്മുടെ കുട്ടികളോട് എന്നോട് ചെറുപ്പം ഇപ്പം അത് പറയുന്നില്ലോ എന്നറിയില്ല, ദോഷം വരും എന്ന് പറയുന്നത്. അതേസമയം ഈ ഞാൻ അടക്കിലുള്ള ആളാണ്. എൻ്റെ വീട്ടിലും എൻ്റെ കുടുംബാംഗങ്ങളൊക്കെ നമ്മളോട് ചെറുപ്പത്തിൽ ക്യാരക്ടർ ഫോർമേഷൻ്റെ ഭാഗമായിട്ട് നമ്മളോട് പറഞ്ഞു തന്നിട്ടുള്ളത് ദോഷമുണ്ടാകുന്ന കാര്യങ്ങൾ ചെയ്യുന്നത്, അനാവശ്യമായ കാര്യങ്ങൾ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ അനാവശ്യമായിട്ട് സംസാരിക്കുന്നത് ഇതൊക്കെ നമ്മൾ അനാവശ്യം എന്ന് പറയുന്നത് ദോഷം. നമുക്ക് ഈ ദോഷം നിസ്സാരം സാമാന്യമായി പറയുന്നതാണെങ്കിലും അതിൻ്റെ ഒരു ഉദ്ദേശം നമുക്ക് വിപത്തുകൾ ഉണ്ടാകുന്ന കാര്യങ്ങൾ പലതരത്തിലുണ്ട്, അതിലേക്ക് ചാടരുതെന്നാണ്. മറ്റൊന്ന് ഇതിനൊക്കെ കവർ ചെയ്ത് നിൽക്കുന്ന രണ്ട് കാര്യങ്ങൾ, ഒന്ന് ശാസ്ത്രബോധം, രണ്ടാമത്തത് നിയമബോധമാണ്. ഈ മറ്റു രണ്ടും സാമാന്യ സംസാരത്തിൽ പോകുന്ന കാര്യങ്ങളാണെങ്കിൽ ശാസ്ത്രബോധവും നിയമബോധവും ഒരു പക്ഷേ ഇവിടെ നമ്മളെ ജീവിക്കാൻ ഇനിയും പ്രേരിപ്പിക്കുന്ന ഘടകങ്ങൾ രണ്ടുമാണ്. ശാസ്ത്രബോധത്തിനുള്ളിൽ നിന്ന് സംസാരിക്കുക അല്ലെങ്കിൽ ജീവിക്കുക, മറ്റൊന്ന് നിയമത്തിനുള്ളിൽ നിന്ന് ജീവിക്കുക. നിയമം അച്ഛനും മക്കളും തമ്മിലായാലും അമ്മയും മക്കളും തമ്മിലായാലും സഹോദരങ്ങൾ തമ്മിലായാലും രക്തബന്ധത്തെക്കാളും നമ്മൾ ജീവിക്കുന്നത് ആധുനിക നിയമ സംഹിതകളിലാണ്. അതുകൊണ്ടാണ് സഹോദരങ്ങൾ തമ്മിൽ കേസ് കൊടുക്കുന്നത്, സ്വത്ത് തർക്കത്തിൽ കേസ് കൊടുക്കുന്നത്. അമ്മയും മക്കളിൽ നിന്ന് സംരക്ഷണം വേണമെന്ന് ആവശ്യപ്പെട്ടുള്ള മാതാപിതാക്കൾ കേസ് കൊടുക്കുന്നത് ഈ നിയമബന്ധത്തിനുള്ള രക്തബന്ധമല്ല, വളർത്തതാണ് നിയമബന്ധമാണ്. ഈ നിയമം എനിക്കും അവകാശപ്പെടാം എന്നുള്ളൊരു ബോധ്യത്തിലാണ് ഞാനും ഇവിടെ നിൽക്കുന്നത്. എൻ്റെ തലമുറയും അല്ലെങ്കിൽ നമ്മളെല്ലാവരും നിൽക്കുന്നത് നിയമപരമായ ആധുനിക സംവിധാനമാണ്. എന്തുകൊണ്ട് ഈ ആധുനിക സംവിധാനം എന്ന ഘടകം വരുന്നത്? ഇത് നമ്മുടെ നവോത്ഥാന പ്രവർത്തനത്തെ നമ്മളൊന്ന് പിന്തുടർന്നാൽ, സൂക്ഷ്മമായി വീക്ഷിച്ചാൽ നവോത്ഥാന പ്രവർത്തനങ്ങൾ ഉണ്ടാകുന്നത് അത് മറ്റ് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ വ്യത്യസ്തമായിട്ട് കേരളത്തിൽ ഉണ്ടാകുന്നത് അത് താഴ്ന്നതെന്ന് പറയപ്പെടുന്ന ജാതികളിൽ നിന്നാണ്. ഇവിടെ ആദ്യമുണ്ടായ ജാതി സഭ അല്ലെങ്കിൽ സംഘടന SNDP ആണ്. അതിനു മുമ്പ് മറ്റൊരു സംഘടന ഉണ്ടായിട്ടുണ്ട്, അത് വൈകുണ്ഠസ്വാമിയുടെ സമത്വ സമാജം എന്ന് പറയുന്നത്. സമത്വം അതാണ് എൻ്റെ ഒരു ടൈറ്റിൽ. SNDP ശ്രീനാഥ ജാതി പറയുന്നില്ല, പക്ഷെ അതിനകത്തൊരു സംഘടനാ രൂപമാണ്. അതിന് തൊട്ട് പിന്നാലെ വരുന്നത് 1903 SNDP ഉണ്ടാകുമെങ്കിൽ 1905 വരുന്ന സംഘടന സാധുജന പരിപാലന സംഘടന അയ്യങ്കാളിൽ നിലനിൽക്കുന്നത്. അതിനർത്ഥം ജാതിയില്ല, സാധുക്കളായ ജനങ്ങൾ. എങ്ങനെയുള്ള സാധുക്കൾ? അത് സാമൂഹ്യവും സാംസ്കാരികവും സാമ്പത്തികവുമായി പിൻവാങ്ങുന്നതാണ്. ഇപ്പം നമ്മുടെ റിസർവേഷൻ വരുന്നത് ബാക്ക്വേർഡ് എന്ന രീതിയിലാണ്, ബാക്ക്വേർഡ്നെസ്സിനാണ് നമ്മുടെ റിസർവേഷൻ വരുന്നത്. അതുപോലെ തന്നെ പിന്നോക്കം എന്നൊക്കെ പറയുന്ന കൺസെപ്റ്റ് അത് പിന്നീട് ഒരു സോഷ്യോ പൊളിറ്റിക്കൽ ടേമായി മാറിയിട്ടുള്ള ദളിത് എന്ന് പറയുന്ന കുറേ കൂടി പാൻ ഇന്ത്യൻ ആയിട്ടുള്ള ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന ഒരു സ്വപ്നയായിട്ടുള്ള ഒരു സങ്കല്പനമായ ആശയമായിട്ടൊക്കെ വളരുന്നത് ഈ സാധുജനം എന്ന് പറയുന്ന ചിന്തയിൽ നിന്നുകൊണ്ടാണ്. അതിനുശേഷം വരുന്ന പല സംഘടനകളും സഭ തുടങ്ങിയിട്ടുള്ള കീഴാളവും ദളിതവുമായിട്ടുള്ള സംഘടനകളിൽ നിന്ന് അതെല്ലാം ഫോം ചെയ്ത ശേഷം മാത്രമാണ് നായർ സർവീസ് സൊസൈറ്റി ഉണ്ടാകുന്നതും യോഗക്ഷേമ സഭ, നമ്പൂതിരിമാരുടെ യോഗക്ഷേമ സഭ ഉണ്ടാകുന്നതും അതിനുശേഷം മാത്രമാണ്. അതായത് സമൂഹത്തിലെ ഉന്നതരെന്ന് പറയപ്പെടുന്ന ഒരു ജാതി വിഭാഗത്തിന് ഏറ്റവും അവസ്ഥാനം ഉണ്ടാകുന്നുള്ളൂ. അതേസമയത്ത് താഴ്ന്നവരെന്ന് പറയുന്നത് ആദ്യം ജാതി സംഘടന രൂപം കൊടുക്കുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാകുന്നത്? ഇത് നമുക്ക് അതിനെ പരിശോധിക്കുമ്പോൾ മനസ്സിലാവുന്ന കാര്യം, ഈ ജാതികൾ എല്ലാവരും തന്നെ ഒരു പ്രത്യേക കാര്യത്തിൽ ഊന്നിയുള്ളതാണ്. അത് കോമൺ സെൻസാണ്. നമ്മൾ പറയുമല്ലോ കോമൺ സെൻസ് എന്താണ്? എന്താണ് പറയുന്നത്? സാമാന്യ ബുദ്ധിയുടെ ആവിഷ്കാരങ്ങളാണ് നമ്മുടെ നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ ജീവൻ എന്ന് നമുക്ക് പറയാൻ പറ്റും. പെട്രോളുമായി കടന്നു
വരുന്ന ഒരു സാംസ്കാരിക അന്തരീക്ഷം. ഇതൊന്നുമില്ലാത്തൊരു കാലത്തിൽ നിന്നിട്ടാണ് ഗുരു പറയുന്നത് മതദ്വേഷം പാടില്ല. പക്ഷെ അതിലും വലിയ വിപ്ലവം അതിനുശേഷം വരുന്ന വാക്കാണ് സാഹോദര്യത്തിന്റെ ബോധമാണ്. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേനമാണെന്ന മാതൃകാ സ്ഥാനമാമിത്. ആണിത് എന്നല്ല മാമിത് എന്ന് ഗുരു പറയുന്ന ആ ഇത് എന്ന പ്രഖ്യാപനം. ഒരു പക്ഷെ ഈ സാഹോദര്യം എന്ന പ്രയോഗം ഗുരു എവിടെ നിന്നെടുത്തതാവാം? അത് ശരീരത്തിലെ ഒരു അവയവത്തെയാണല്ലോ സൂചിപ്പിക്കുന്നത്. ഉദരമെന്ന് ഒരു വയറിൽ നിന്ന് വന്നതാണ്. ഇതിന് ജാതിഭേദം ബാധകമല്ല, മതദ്വേഷം ബാധകമല്ല. ഒരു സോഷ്യൽ സയന്റിസ്റ്റിന് വേണമെങ്കിൽ പറയാം ഇത് ഫ്രഞ്ച് റവല്യൂഷനിൽ നിന്ന് എടുത്തതാണ്, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. പക്ഷെ ഫ്രഞ്ച് റവല്യൂഷനിലെ ഈ സാഹോദര്യത്തെ പിൽക്കാലത്തെ ഫെമിനിസ്റ്റുകൾ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. അവർ പറഞ്ഞത് ഫ്രഞ്ച് റവല്യൂഷൻ ഒരു വലിയ വിപ്ലവമാണ്, സംശയമില്ല, അതിൽ സാഹോദര്യമുണ്ട്. പക്ഷെ ആ സാഹോദര്യത്തിൽ ഞങ്ങളില്ലല്ലോ, പെണ്ണുങ്ങളില്ലല്ലോ എന്ന് എലൈൻ ഷ്വാർട്ടർ ചോദിച്ചിട്ടുണ്ട്. പക്ഷെ ശ്രീനാരായണന്റെ സാഹോദര്യ ബോധത്തിൽ പെണ്ണുമുണ്ട്. പതിതനും ഇരപ്പനും അഗ്നിയജനം ചെയ്ത ഭൂസുരനും എഴുതല്ല ഈ ദൈവിക പ്രക്രിയ എന്ന് പറഞ്ഞ കാലത്താണ് ആർക്കും ഒരു തടസ്സവുമില്ലാതെ ശിവനെ തൊഴാൻ അരുവിപ്പുറത്ത് പീഠഭൂമിയിൽ ഗുരു ഈ ഒരു പ്രദർശനം നടത്തുന്നു. ഞാൻ പേര് പറയേണ്ടവരും പറയാത്തവരും ആയ പ്രിയപ്പെട്ടവർ എല്ലാവർക്കും എൻ്റെ നിയമമായ നമസ്കാരം. നെയ്യാറ്റിൻകരയിൽ നിന്നാണ് ഞാൻ ചെറായിലേക്ക് വരുന്നത് എന്ന് പറഞ്ഞു. എനിക്ക് തോന്നുന്നത് കേരളത്തിൻ്റെയും ഇന്ത്യയുടെയും സാമൂഹിക നവോത്ഥാനത്തിൽ സാഹോദര്യത്തിൻ്റെ വലിയ മെസ്സേജ് എന്ന് പറയാൻ കഴിയുന്ന ഒരുപക്ഷെ സഹോദരൻ അയ്യപ്പൻ്റെ ചിന്താമണ്ഡലത്തിൽ വലിയ ഇന്ധനം നിക്ഷേപിച്ചിട്ടുള്ള ആ 4 വരി കവിത പിറന്നത് നെയ്യാറ്റിൻകര താലൂക്കിലെ അരുവിപ്പുറം എന്ന സ്ഥലത്താണ്. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാണ് എന്ന 4 വരി. ഒരുപക്ഷെ അരുവിപ്പുറത്തെ ശിവലിംഗ പ്രതിഷ്ഠയ്ക്ക് മുന്നേ തന്നെ ഗുരുവിന്റെ മനസ്സിൽ ഈ വരികൾ കൊളുത്തപ്പെട്ടിട്ടുണ്ടാകണം. അങ്ങനെയാണെങ്കിൽ ആ വരികളുടെ നെയ്യാറ്റിൻകരയിൽ നിന്നാണ് ഈ വരികൾ സാക്ഷാത്കരിക്കുന്ന പ്രക്രിയയിൽ ഏറ്റവും വലിയ സാമൂഹിക ജ്വാല സൃഷ്ടിച്ച ചെറായിലേക്കുള്ള സഞ്ചാരത്തിന് എനിക്ക് ഭാഗ്യം കിട്ടി. ആ അർത്ഥത്തിൽ എന്ത് ക്ലേശം സഹിച്ചാലും ഇവിടെ എത്തിച്ചേരണമെന്നുള്ളത് എന്നെ സംബന്ധിച്ചൊരു നിയോഗമായിരുന്നു എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അല്ലെങ്കിൽ എന്നെപ്പോലെ ഒരു ചെറിയ മനുഷ്യനും ഇത്രയും വലിയ ഒരു മീറ്റിംഗ് ഉദ്ഘാടനം ചെയ്യാനുള്ള അവസരം ലഭിക്കുമായിരുന്നില്ല എന്ന് കരുതട്ടെ. രണ്ടാമത്തേത് സിദ്ധി പള്ളിപ്പുറം സാർ അദ്ദേഹത്തിന്റെ സ്വാഗത പ്രസംഗത്തിൽ മുസ്ലിസ് എന്ന് പറഞ്ഞ വാക്കാണ്. ഞാൻ മാഷിനെ കണ്ടപ്പോൾ തന്നെ പറഞ്ഞു, അദ്ദേഹം പണ്ടെഴുതിയ ഒരു കഥാപ്രസംഗം ഞാൻ സ്കൂളിൽ യുവജനോത്സവത്തിന് അവതരിപ്പിച്ചിട്ടുണ്ട്. അതിൽ 4 വരി ഞാൻ ഓർത്തു പറഞ്ഞപ്പോൾ യൂസഫ് അലി കേച്ചേരി അദ്ദേഹത്തിന്റെ കേച്ചേരി പുഴയിലായിരിക്കണം എഴുതിയ 2 വരികളുണ്ട്. കവിയത്ര മാത്രം അദൃശ്യനാട്ട് തന്റെ കവിത ചൊല്ലിക്കേട്ടാൽ പാട്ടിലായി പോകും എന്നാണ്. ഞാൻ 4 വരി ചൊല്ലുമ്പോൾ സിപ്പി സാർ എന്റെ പാട്ടിലാകുന്നുണ്ടോ എന്ന് ഞാനൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കി. എന്നും നോക്കിയില്ല എന്ന് പറയാം, പക്ഷെ ഭാഷ അങ്ങനെ എഴുതുന്ന ആളൊന്നുമല്ല എന്ന് മാത്രമല്ല, ഞാൻ സിപ്പി സാറിനെ സൂചിപ്പിക്കാനും അല്ലത് പറഞ്ഞത്. അദ്ദേഹം പണ്ട് ഓസ്കർ വൈൽഡിന്റെ ആണെന്നാണ് ഞാൻ ഓർക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു കഥാപ്രസംഗമാക്കുകയും ലേബറിൻ്റെയും അത് പബ്ലിഷ് ചെയ്ത് വരികയും ചെയ്തിരുന്നു. അതിനു മുൻപ് തന്നെ ഈ സിപ്പി പള്ളിപ്പുറം എന്ന പേര് ഞങ്ങൾക്കൊക്കെ വളരെ പ്രിയങ്കരമാണ്. എവിടെ നോക്കിയാലും സിപ്പിയാണ്. അക്കൂട്ടത്തിൽ ഈ കഥാപ്രസംഗവുമുണ്ട്. അങ്ങനെ ജീവിതത്തിൽ ആദ്യമായി, പിന്നീട് ഇതേവരെ ഞാൻ കഥാപ്രസംഗം നടത്തിയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഇതേവരെ ഉള്ളതിൽ ഒരേ ഒരു തവണ ഞാനൊരൊറ്റ കഥാപ്രസംഗമായി നടത്തിയിട്ടുള്ളൂ. അത് ആ കഥയാണ്.
അതിൽ 4 വരി സാറിനെ ചൊല്ലിക്കേൾപ്പിച്ചു. ആരാണ് നീ എന്ന് ചൊല്ലിയാലും സഖേ കണ്ണീര് തൂകുവാനെന്തു കാര്യം, എന്തു സഹായവും ചെയ്തിടാമോലെ നിന്റെ വിഷാദത്തിനെന്തു കാര്യം. ആ 4 വരി ബാലരാമപുരം ഗവൺമെന്റ് ഹൈസ്കൂളിന്റെ മത്സര കൂട്ടത്തിൽ നിന്ന് ചൊല്ലിയ സന്ദർഭത്തിൽ കുട്ടികളൊക്കെ വിസ്മയഭരിതരായി എന്നെ നോക്കിയ സന്ദർഭമാണ് സത്യത്തിൽ മാഷിനെ കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നു. ഇപ്പോൾ അദ്ദേഹം പ്രസംഗിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി അതിലും സാഹോദര്യത്തിൻ്റെയും സഹോദരൻ അയ്യപ്പൻ്റെയും ഒരു സ്ഫുരണം കിടപ്പുണ്ട് എന്നത്. അതൊരു വലിയ ഇൻവെൻഷനാണ്. എൽ ഫാസിസ്മോ ഒറിജിനാലിയോ എന്നറിയപ്പെടുന്ന ഒരു ഡോക്യുമെൻ്ററി. ഞാൻ അത് വളരെ താമസിച്ചാണ് അങ്ങനെ ഒരു സൂചനയെ പറ്റി മനസ്സിലാക്കുന്നത്. അതിന് മുസ്ലിസ് പ്രോജക്റ്റുമായി ബന്ധമുണ്ട്. ഒരിക്കൽ മാഹി കടപ്പുറത്ത് മുകുന്ദന്റെ വയ്യഴിപ്പുഴയുടെ തീരങ്ങളുടെ ചരിത്രം അന്വേഷിച്ചു പോയ ഘട്ടത്തിൽ അന്ന് ഞാൻ ശ്രീനാരായണ കവിതകളെ കുറിച്ചൊന്നും ഇത്ര ആഴത്തിൽ പഠിച്ചു തുടങ്ങിയിരുന്നില്ല. ഗുരുവിന്റെ സാഹോദര്യ സങ്കല്പത്തിനും അരുവിപ്പുറം പ്രതിഷ്ഠയ്ക്കും ഏറിയാൽ കുന്നുംപാറ ക്ഷേത്രത്തിലെ സുബ്രഹ്മണ്യ പ്രതിഷ്ഠയ്ക്കും അപ്പുറം ഗുരുവിനെ ഞാൻ ആഴത്തിൽ മനസ്സിലാക്കി തുടങ്ങിയിരുന്നില്ല. അക്കാലത്ത് മുകുന്ദന്റെ മയ്യഴിപ്പുഴയുടെ തീരങ്ങളിലെ കൊളോണിയൽ സമരപരിസരങ്ങളെ പറ്റി പഠിക്കാൻ മാഹിയിൽ പോയ ഒരു ദിവസം ഞാൻ ഓർക്കുകയാണ്. അന്ന് മാഹി കടപ്പുറത്ത് വൈകുന്നേരം നടക്കാൻ ചെല്ലുമ്പോൾ ഞാൻ അവിടെ വെച്ച് വെള്ളയും കുപ്പായം ധരിച്ച ഒരു വൃദ്ധനെ കണ്ടുമുട്ടുകയുണ്ടായി. അദ്ദേഹത്തോട് ഞാൻ പരിചയപ്പെടാൻ നടത്തിയ ശ്രമം ആദ്യഘട്ടത്തിൽ വിഫലമാവുകയും അദ്ദേഹം എന്നെ അവഗണിക്കുകയും ചെയ്തു. ആ അവഗണന എത്ര ആഴമുള്ളതായിരുന്നു എന്ന് തിരിച്ചറിഞ്ഞത് പിന്നെയും കുറേ വർഷങ്ങൾ കഴിഞ്ഞ് കസാൻസാക്കിസിന്റെ സോർബ ദ ഗ്രീക്ക് വായിക്കുമ്പോഴാണ്. അതിലെ സോർബ എന്ന കഥാപാത്രത്തെ ക്രീറ്റിന്റെ മുകളിൽ വെച്ച് കടലിന്റെ മുകളിൽ വെച്ച് ഒരു ചെറിയ കപ്പലിൽ കസാനെ കണ്ടുമുട്ടുന്ന സന്ദർഭം വായിക്കുമ്പോൾ ഞാൻ ഓർത്തു, ഇതെന്റെയും ജീവിതത്തിലുണ്ടായ സന്ദർഭമല്ലേ. കസാൻസാക്കിസ് സോർബയോട് ചോദിച്ചു, നിങ്ങൾ ആരാണ്? അയാൾ മറുപടി പറയുന്നില്ല. പക്ഷേ ഏറെ സമയം കഴിഞ്ഞിട്ടാണ് സോർബ കടലിൽ തുള്ളിക്കളിക്കുന്ന ഡോൾഫിനുകളുടെ ചാട്ടത്തിന്റെ സന്തോഷം മുഖത്ത് പുഞ്ചിരിയായി പ്രതിഫലിപ്പിക്കുമ്പോൾ കസാൻഡ് അയാളോട് വീണ്ടും പേര് ചോദിക്കുന്നു, നിങ്ങളുടെ പേരെന്താണ്? നിങ്ങൾക്ക് ചിരിക്കാൻ അറിയാമെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. നിങ്ങളെന്താ ഡോൾഫിനെ കണ്ടിട്ടില്ലേ? അപ്പോൾ അയാൾ പറഞ്ഞ മറുപടി, ഡോൾഫിനെ ഞാൻ കണ്ടിട്ടുണ്ട്, എത്രയോ വട്ടം കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതിപ്പോഴും കാണുമ്പോൾ പുതിയതായി തോന്നുന്ന ഒരു സന്തോഷമുണ്ടല്ലോ എന്ന് പറയുന്നത് പോലെ മാഹി കടപ്പുറത്തെ ഈ വൃദ്ധനും എന്നോട് അദ്ദേഹത്തിന്റെ പേര് ആദ്യം പറഞ്ഞില്ല. പക്ഷെ ഏറെ നേരം കഴിഞ്ഞ് അദ്ദേഹം പറഞ്ഞു, ഞാൻ 30 വർഷത്തിലേറെയായി കടൽ പണി നിർത്തിയിട്ട് കടലിൽ മത്സ്യം പിടിക്കുന്ന ജോലിയായിരുന്നു എൻ്റെ. പക്ഷെ ഞാനിപ്പോൾ കടലിൽ പോകാറില്ല. അതെന്താ അങ്ങനെ? എൻ്റെ മക്കളെല്ലാം ഇപ്പോൾ വിദേശത്താണ്, അവർ നല്ല നിലയിൽ ജീവിക്കുന്നു. അതുകൊണ്ട് മാത്രമല്ല ഞാൻ കടലിൽ പോകാറില്ല. എന്നിട്ട് എന്തിനാണ് മാഷ് ഇങ്ങനെ വൈകുന്നേരം കടപ്പുറത്ത് വന്നിരിക്കുന്നത്? മുകുന്ദനെ വായിച്ചിട്ടുണ്ടോ എന്ന ചോദ്യമൊക്കെ ഞാൻ ചോദിക്കുന്നുണ്ട്. അദ്ദേഹം വായിച്ചിട്ടില്ല എന്ന് തന്നെയാണ് മറുപടി പറഞ്ഞത്. അദ്ദേഹം ഏറ്റവും ഒടുവിൽ പറഞ്ഞ കാര്യം, എനിക്ക് വൈകുന്നേരം ഈ കടപ്പുറത്ത് വന്നിരുന്നാലല്ലാതെ ഉറക്കം കിട്ടില്ല. ഞാനിവിടെ വന്നിരുന്ന അസ്തമയം കാണും. അതേത് മഴയായാലും ഏത് ഇരുട്ടായാലും ഞാൻ കാണും. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ എത്രയോ കൊല്ലം കടലിൽ പോയതിൻ്റെ അനുഭവം എനിക്ക് ഇവിടെ ഇരുന്ന് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ പോയ കടലാണ്, ഞാൻ പിടിച്ച മീനുകളുടെ മക്കളാണ് ഇവിടെ തുള്ളിക്കളിക്കുന്നത്. ഞാൻ അന്ന് മാഹിയിൽ നിന്ന് തിരിച്ചു വന്ന് വീട്ടിൽ ഉറങ്ങി എണീറ്റ് കുറേ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ മനുഷ്യൻ എൻ്റെ ഉള്ളിൽ ഒരു പുതിയ കഥാപാത്രമായി ഉറവിടാൻ ആരംഭിച്ചു.
ഞാൻ അദ്ദേഹത്തിന് അന്തരാവും എന്ന് പേരിട്ടു. എന്നിട്ടൊരു നോവൽ എഴുതാൻ തുടങ്ങി. ഞാനങ്ങനെ വലിയ നോവലിസ്റ്റ് ഒന്നുമല്ല, പക്ഷെ എനിക്ക് അദ്ദേഹത്തെ ആവിഷ്കരിക്കാൻ തോന്നി. ഒരു ജീവിത സന്ദർഭത്തെ നമ്മുടെ ജീവിതാനുഭവത്തിലേക്ക് കൊണ്ടുവരുന്നതിൻ്റെ ചോരപ്പാടിനെ കുറിച്ചാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. അങ്ങനെ ഞാൻ ആ മനുഷ്യനെ തിരുവനന്തപുരത്തെ വിഴിഞ്ഞം കടലിൻ്റെ പുറത്ത് കൊണ്ട് സ്ഥാപിച്ചു. വിഴിഞ്ഞം കടലിൽ മത്സ്യം പിടിക്കാൻ പോയ ഒരു മത്സ്യത്തൊഴിലാളിയായി ഞാൻ എൻ്റെ അന്തനാവുവിനെ പ്രോട്ടോടൈപ്പ് ചെയ്തെടുത്തു. എനിക്ക് ആ വിഴിഞ്ഞം കടപ്പുറം വൈകാരികമായ ഒരു കടപ്പുറമാണ്. ഒരുപക്ഷെ ഇപ്പോൾ ഒരു പോർട്ടിലൂടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുന്ന വിഴിഞ്ഞം, ആ വിഴിഞ്ഞം ഒരു അസാധാരണ ഭൂപ്രകൃതിയാണ്. എന്നെ പഠിപ്പിച്ചത് പെരിപ്ലസ് ഓഫ് ദി എറിത്രിയൻ സീ എന്ന പുസ്തകമാണ്. ആ പുസ്തകം മധ്യധരണ്യാഴിയിൽ നിന്നൊരു കപ്പൽ പുറപ്പെട്ട് ഇന്ത്യ മഹാരാജ്യത്തിലേക്ക് ഹിപ്പാലസിന്റെ കാറ്റ് പിടിച്ചു ഇന്ത്യ മഹാരാജ്യത്തിലെ തുറമുഖങ്ങളിലേക്ക് എത്തി. കേരളത്തിലെ നൗറ തൊട്ട്, അത് കണ്ണൂരാണെന്ന് പണ്ഡിതർ പറയുന്നു, നൗറയിലൂടെ കടന്ന് മുസിരിസിലൂടെ കടന്ന് ബലിത കടന്ന് കുമരിയിലേക്ക് പോകുന്നു. ഒരുപക്ഷെ അന്നും ഇന്നും ഒരേ പേര് നാം പറയുന്ന ഒരു പോർട്ട് പെരിപ്ലസ് ഓഫ് ദി എറിത്രിയ കുമരി മാത്രമാണ്, കന്യാകുമാരി എന്ന് പറയുന്നത്. അതുവരെ മാത്രമേ എനിക്ക് സ്ഥാനമുള്ളൂ. ഏതായാലും ഞാൻ പ്രസംഗിച്ച് ശല്യപ്പെടുത്താൻ പോകുന്നില്ല. കാരണം നമ്മുടെ മുഖ്യാതിഥികൾ, പ്രത്യേകിച്ച് ഡോക്ടർ ശ്രീ M.A. സിദ്ദീഖ്, അദ്ദേഹം വളരെ നേരിട്ട് നെയ്യാറ്റിൻകരയിൽ നിന്ന് അദ്ദേഹം സുപ്രഭാതത്തിൽ തന്നെ ഇവിടെ ആഗതനായി. എങ്കിലും നമ്മളിൽ പലരും അപ്പോൾ ഉണർന്നെഴുന്നേറ്റ് കാണില്ല. അതാണ് സ്ഥിതി. അത്ര അകലെ നിന്ന് ഇവിടെ വരെ എത്തിയ അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേൾക്കാൻ ഒട്ടുണ്ടാവുകയായിരിക്കണം. നവോത്ഥാനത്തെക്കുറിച്ചും അതുപോലെ ശ്രീനാരായണ ദർശനങ്ങളെക്കുറിച്ചും കാലത്തിൽ പഠിക്കുകയും ഗവേഷണം നടത്തുകയും ഗ്രന്ഥരചന നിർവഹിക്കുകയും ചെയ്തിട്ടുള്ള മഹാനായ ഒരു രചയിതാവ് കൂടിയാണ് അദ്ദേഹം. അദ്ദേഹത്തെ സഹോദരൻ്റെ മിശ്രഭോജന വിപ്ലവത്തിൻ്റെ 108ാം വാർഷിക ദിനം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ഞാൻ സ്നേഹാദരവോടുകൂടി മാസ്റ്റർ വളരെ വർഷങ്ങളായി നമ്മുടെ ഹൃദയത്തിൽ കടന്നുകൂടിയ കുടിയേറി പാർത്ത ഒരാളാണ് അദ്ദേഹം. നമ്മളോടൊപ്പം വളരെ സന്തോഷപൂർവ്വം ഇന്നും സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. നാളെ അദ്ദേഹത്തെ ആദരിക്കാനായി വലിയൊരു പരിപാടി, ആ പരിപാടികൾ മാറ്റി പറയാതിരിക്കാനാണ് ഈ സ്റ്റേജിലേക്ക് എത്തിക്കുന്നത്. അദ്ദേഹം അവിടെ നാളെ സർവ ശിഷ്യന്മാരും അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ആളുകളെല്ലാം ചേർന്ന് വലിയൊരു സമ്മേളനം, നവതി സമ്മേളനം നമ്മുടെ സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. അതിൽ പങ്കെടുക്കേണ്ട ആളുകൾ തന്നെയാണ് ഇവിടെ എല്ലാം ഇരിക്കുന്നത്. അവരെല്ലാം വന്ന് അനുഗ്രഹിക്കും. മാത്രമല്ല, കഴിഞ്ഞ ഞാൻ പറഞ്ഞില്ലേ 8 വർഷം മുമ്പ് തുഞ്ചിലപ്പറമ്പിൽ മുഖ്യമന്ത്രി ദീപശിഖ ആദ്യത്തെ ദീപശിഖ കൊടുക്കാൻ വന്നപ്പോൾ ആ ദീപശിഖ പകർന്നു കൊടുക്കുന്നത് ആരായിരിക്കണം എന്നൊരു ചിന്ത വന്നു. അപ്പൊ അത് സഹോദരനുമായി ഏറ്റവും അടുത്ത മകളുണ്ടായിരുന്നു അന്ന്. സഹോദരന്റെ മകൾ ആയിഷ ജീവിച്ചിരിക്കുന്ന കാലമാണ്. അപ്പൊ അവരെ കൊണ്ടുവരണം, അവരാണ് അതിന് അവകാശപ്പെട്ട ആൾ, മുന്നിൽ നിർത്തേക്കാളെന്ന് വിചാരിച്ച് ഞങ്ങൾ അതിനുള്ള സജ്ജീകരണങ്ങളൊക്കെ ചെയ്തു. വരാമെന്ന് സമ്മതിച്ചു. പക്ഷേ അന്ന് എത്താൻ പറ്റിയും രാവിലെ മറ്റതിഥികളൊക്കെ വന്നത് തുടങ്ങേണ്ട സമയത്താണ് ഇവിടെ എത്തില്ലെന്ന് അറിവ് കിട്ടിയത്. പിന്നെ ആര് കൊടുത്തു? അപ്പോ സഹോദരനായ പ്രസാദ് സാർ ഉണ്ടായിരുന്നു. പ്രസാദ് സാറ് എന്തുകൊണ്ടോ പതുക്കെ അതിൽ നിന്നൊന്നും ഒഴിഞ്ഞു. പിന്നെ അതിന്റെ തൊട്ട് പുറകിലേക്ക് ഞങ്ങൾ നോക്കിയപ്പോ ഈ തിളങ്ങ് നമുക്ക് മണം കണ്ടത് M.K. കോരുവൈദ്യരുടെ മകൻ സഹോദരനോടൊപ്പം മിശ്രബോധനത്തിൽ പങ്കെടുത്ത ഒരു വൈദ്യരുടെ മകൻ ശ്രീമാസ്റ്റാണ് നിൽക്കുന്നത്. അതിന് പരം വേറൊരു വാശിയില്ല. അന്ന് അദ്ദേഹമാണ് പിണറായി വിജയന് ഈ ദീപശിഖ കൈമാറിയതെന്നുള്ള ആ ഓർമ്മ ഒരു മനസ്സിൽ ഓർത്തുകൊണ്ട് ഞാൻ ശ്രീമാസ്റ്ററെയും പ്രത്യേകമായി നമ്മളിത് അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യും. മറ്റെല്ലാവരും നമ്മൾ സ്ഥിരമായി സ്മാരക കമ്മിറ്റിയുടെ വൈസ് ചെയർമാൻ ഈ പൂയപ്പള്ളി കണ്ടക്ടർ മാസ്റ്റർ,
ഇവിടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ എത്തിയിട്ടുള്ള ഡോക്ടർ എം.എ. സിദ്ധി, മുഖ്യ പ്രഭാഷകയായ പ്രൊഫസർ കെ.ആർ. സജില, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി തുളസി സോമൻ, ജോസ് മാസ്റ്റർ, മറ്റ് സദസ്സിലുള്ള സംപൂജ്യരായ സഹോദരി സഹോദരന്മാർ, ഇന്ന് നമ്മൾ സഹോദരൻ അയ്യപ്പൻ നടത്തിയ മിശ്രഭോജനത്തിൻ്റെ 108ാമത് വാർഷികം ആചരിക്കുകയാണ്. 108 സംവത്സരങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു മഹത്തായ സംഭവത്തെ നാം അനുസ്മരിക്കും. അതിനൊരു സൗഭാഗ്യം നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. നമ്മൾ എല്ലാ വർഷവും ഈ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് മിശ്രഭോജനത്തിൻ്റെ വാർഷികം കൊണ്ടാടാറുണ്ട്. ഇതിൻ്റെ പ്രാഥമിക പരിപാടി രാവിലെ തുങ്കിടപ്പറമ്പ്, ആ തുങ്കിടപ്പറമ്പിലാണ് മിശ്രഭോജനം നടന്നത്, അവിടെ നടക്കാറുണ്ട്. അതിനുശേഷമാണ് പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് എന്ന നിലയിൽ ഇവിടെ സമ്മേളനവും അതിനുശേഷം ഓർമ്മ പുതുക്കാനുള്ള മിശ്രഭോജനത്തിന്റെ ഓർമ്മ പുതുക്കിയുള്ള സദ്യയും എല്ലാം നടക്കുന്നത്. അപ്പൊ അത് തന്നെയാണ് ഇന്നിവിടെ നമ്മുടെ സാന്നിധ്യത്തിൽ നടത്തപ്പെടുന്നത്. ആ സംഭവം തന്നെയാണ്. നമുക്കറിയാം, 100 വർഷം തികഞ്ഞപ്പോ നമ്മൾ അതിഗംഭീരമായ രീതിയിലാണ് തുണ്ടിടപ്പറമ്പിൽ വലിയ സ്റ്റേജൊക്കെ കെട്ടി അന്ന് മുഖ്യമന്ത്രിയായി ശ്രീ പിണറായി വിജയൻ വന്നിട്ട് കുറച്ചു നാളുകളായിരുന്നുള്ളൂ. അദ്ദേഹമാണ് അന്ന് 100ാമത് വാർഷികം ഉദ്ഘാടനം ചെയ്യാൻ തുണ്ടിടപ്പറമ്പിൽ എത്തിയത്. അന്ന് വിവിധ രാഷ്ട്രീയ കക്ഷികളിലെ പ്രമുഖരായ നേതാക്കൾ രമേശ് ചെന്നിത്തല അടക്കം, പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല അടക്കമുള്ള ആളുകൾ, പിന്നെ കലാ സാഹിത്യ സാംസ്കാരിക രംഗത്തെ മികച്ച ആളുകളെല്ലാം അവിടെ ഉണ്ടായിരുന്നു. അതിന് മുന്നോടിയായി മെയ് 29 നടന്ന ഈ ഹാളിൽ നടന്ന സാംസ്കാരിക സമ്മേളനം അന്നത്തെ കേരള സാഹിത്യ അക്കാദമിയുടെ ചെയർമാനായിരുന്ന വൈശാഖനായിരുന്നു ഉദ്ഘാടനം ചെയ്തത്. ഇതെല്ലാം നമ്മുടെ മനസ്സിലുള്ള നല്ല ഓർമ്മകളാണ്. അപ്പൊ അതിന്റെ തുടർച്ചയായിട്ടാണ് ഇന്ന് ഈ പരിപാടി നടക്കുന്നത്. തുണ്ടിടപ്പറമ്പ് നമ്മൾ സഹോദര സ്മാരക കമ്മിറ്റിയുടെ കീഴിൽ മുസ്ലിസ് പൈതൃക പദ്ധതിയുമായി ബന്ധപ്പെട്ട് ആ സ്ഥലം നമ്മൾ വാങ്ങിയിട്ട് കുറച്ച് നാളായി. അവിടെ സ്മാരകം, അതിന്റെ ഓർമ്മ സ്മാരകം ഉയർത്താനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. അതിനുള്ള പണവും അനുവദിച്ചിട്ടുണ്ട്. പക്ഷെ നമുക്കറിയാം, സാമ്പത്തികമായി പല ഞെരുക്കങ്ങളും സർക്കാരിനുള്ള ഒരു കാലമാണ്. അപ്പൊ അതിൽ ഏറ്റവും കൂടുതൽ ഞെരുക്കാവുന്നത് ഈ സാംസ്കാരിക പ്രവർത്തനം മാത്രമേ ഉള്ളൂ. ബാക്കി കാര്യങ്ങളൊക്കെ ഇപ്പോ സ്കൂൾ തുറക്കുന്ന സ്കൂളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാറ്റിവെക്കാൻ പറ്റില്ല. പക്ഷെ സാംസ്കാരിക കാര്യങ്ങൾ പലതും ഇപ്പോ പുറകിലായി പോയിട്ടുണ്ട്. ഇതുകൊണ്ട് തന്നെ എങ്കിലും അതെല്ലാം താമസിയാതെ നടക്കുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ഞാൻ അതേക്കുറിച്ചൊന്നും കൂടുതൽ പറയുന്നില്ല. ഈ കാര്യങ്ങളുമായി ഏറ്റവും ബന്ധപ്പെട്ട് ഏറ്റവും നന്നായി ശക്തമായി സംസാരിക്കാവുന്ന ആളുകളാണ്, അതിഥികളാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. ഇന്ന് ഈ സമ്മേളനത്തിൽ ഇപ്പോൾ അധ്യക്ഷത വഹിക്കുന്നത് ഞാൻ സൂചിപ്പിച്ചതുപോലെ കമ്മിറ്റിയുടെ ചെയർമാൻ കോഴിക്കോട് തകർ ബസ്റ്റാണ്. എന്നും ഈ പരിപാടികളിൽ സജീവ സാന്നിധ്യമായി പ്രാസംഗികനായി സദസ്യനായി ഒക്കെ നമ്മളോടൊപ്പം ഉള്ള ആളാണ്. സൽമാൻജി, ചെയർമാനായിട്ടുള്ള സൽമാൻജി വന്നുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം താമസിയാതെ എത്തും. അതുപോലെ തകർ ബസ് തന്നെ നമ്മളെ നയിക്കും.